എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊടിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് വിവരങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിലെ അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ ഇനി പുതിയ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതും പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് വിവരങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും കൂടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ദൃശ്യത്തിലേക്കും കൂടി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയാകാം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് വിവരങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കും. admission.keralauniversity.ac.in എന്ന വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ പുതിയതായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ മാസം 14 ഇന്നലെയായിരുന്നു അവസാനിച്ചത്, അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് നിലവിലെ അപേക്ഷയിൽ എഡിറ്റ് വരുത്തുവാനോ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാനോ സാധിക്കുമോ എന്ന് പല വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ട ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് അടിച്ചപ്പോഴത്തേക്കും ആ ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് അവിടുന്ന് പോയി. അപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ MG യൂണിവേഴ്സിറ്റിയൊക്കെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നിലവിലെ അപേക്ഷ എഡിറ്റ് ചെയ്യുവാനും പുതിയ അപേക്ഷകൾ എന്ത് ചെയ്യാനും സമർപ്പിക്കുവാനും അവസരമൊരുക്കാറുണ്ട്. ഇപ്പം ഞാനിവിടെ ഇവിടെ കണ്ട ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് ഇത് റീഫ്രഷ് ആക്കാതിരുന്ന പേജായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആക്കിയപ്പോഴത്തേക്കും ആ ന്യൂ രജിസ്ട്രേഷൻ പോയി അവിടുന്ന്. ഇനി നിങ്ങൾക്കിപ്പോൾ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കില്ല. ഇന്ന് ട്രയൽ അലോട്ട്മെന്റ് വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ ഇന്ന് ട്രയൽ അലോട്ട്മെന്റ് വിവരങ്ങൾ പുറത്തു വന്നു കഴിയുമ്പോൾ ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനി പുതിയ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ പറ്റില്ല എന്ന് മാത്രം പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ MG യൂണിവേഴ്സിറ്റി 12-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെന്റ് വിവരങ്ങൾ പബ്ലിഷ് ചെയ്തത്. ജൂൺ മാസം 15 ഇന്ന് വരെ അവർക്ക് പുതിയ അപേക്ഷകൾ സമർപ്പിക്കാമായിരുന്നു. ഇത് ജൂൺ മാസം 10-ാം തീയതി വരെയായിരുന്നു അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ്. ജൂൺ മാസം 12-ന് ട്രയൽ അലോട്ട്മെന്റ് വന്നു. ശേഷം ജൂൺ മാസം 15-ാം തീയതി വരെ വീണ്ടും അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അനുവദിച്ചു കൊടുത്തായിരുന്നു. അത് 10 വരെയായിരുന്നു അപേക്ഷിക്കാനുള്ള സമയപരിധി. 12-ന് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. ശേഷം 15 വരെ വീണ്ടും പുതിയ അപേക്ഷകൾ സമർപ്പിക്കാനും നിലവിലെ അപേക്ഷകൾ എഡിറ്റ് ചെയ്യാനും സമയം അനുവദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ട്രയൽ അലോട്ട്മെന്റ് പുറത്തു വരികയാണ്. ഏതാണ്ട് 5 മണിയോടെയൊക്കെ ആയിരിക്കും പുറത്തു വരുന്നത്. കാരണം ഏകദേശം യൂണിവേഴ്സിറ്റിയൊക്കെ 5 മണിയോടെയാണ് വരാറ്. അപ്പോൾ ഇന്ന് ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും, വിദ്യാർത്ഥികൾക്ക് നിലവിൽ അപേക്ഷ പുതിയ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള വിൻഡോ ചിലപ്പോൾ ഓപ്പൺ ആക്കി തരും. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നിലവിൽ നമ്മൾ അഡ്മിഷൻ ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ മാറിപ്പോയേ. ഓക്കെ, അഡ്മിഷൻ ഷെഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പം ട്രയൽ അലോട്ട്മെന്റ് ജൂൺ മാസം 16-നാണ് കഴിയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാൻ അവസരമുണ്ട് കേട്ടോ. അത് നാളെ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നിലവിലെ അപേക്ഷ നാളെ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പുതിയ അപേക്ഷയുടെ കാര്യം കാണിക്കുന്നില്ല. ഇനി എങ്ങാനും ചിലപ്പോൾ യൂണിവേഴ്സിറ്റി അപേക്ഷ തന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ്. എന്തായാലും ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് വരുന്നുണ്ടെങ്കിലും നാളെ വൈകുന്നേരം ജൂൺ മാസം 16-ന് വൈകിട്ട് 5 മണി വരെ നാളെ വൈകുന്നേരം നിങ്ങൾക്ക് നിലവിലെ അപേക്ഷ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റ് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ഈ നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടാണ് വീഡിയോ അപ്പോൾ പുതിയ കാണുന്നത്. മൈ നെയിം ഇസ് കൃത, ഫൗണ്ടർ സ്ക്രീൻ ഫോർ ദ ഗ്രേഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.